ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം അല്ലേ, SSC CGL നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ പേര് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത് അല്ലേ. സോ ഏകദേശം ഒരു 36 പോസ്റ്റുകളിലേക്കാണ് SSC CGL എക്സാം നടക്കാൻ പോകുന്നത്. ഒരുവിധം പോസ്റ്റുകളൊക്കെ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുണ്ട്. ഇൻകം ടാക്സിലെ ഓഫീസർ, അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസർ, CBIയിലെ ഓഫീസർ, ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ. പക്ഷേ എന്തൊക്കെയാണ് ഈ ഓരോ പോസ്റ്റുകളും? ഓഡിറ്റ് ഓഫീസർ എന്താണ്, അതേപോലെ JSO എന്താണ്, ഇങ്ങനെയുള്ള ഓരോ പോസ്റ്റുകൾക്കും ഉള്ള റോൾ എന്താണ്, അവിടെ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ്, അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം അല്ലേ നമ്മുടെ പ്രിഫറൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ. സോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. SSC CGL പോസ്റ്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെപ്പറ്റി വിശദമായിട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, SSC CGL നോട്ടിഫിക്കേഷൻ്റെ ഒരു ടൈം ടേബിളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, ജനുവരി 23 വരെ മാത്രമാണ് സമയമുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും അതിന് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു കറക്ഷൻ വേണ്ടി വരാത്ത രീതിയിൽ എല്ലാവരും എല്ലാം കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 36 പോസ്റ്റുകളിലേക്കാണ് SSC CGL എക്സാം വിളിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ആ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, പിന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, ഇങ്ങനെ 3 മിനിസ്ട്രിയിലേക്ക്. അതിനുശേഷം പിന്നെ വരുന്നത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഇൻ അതർ മിനിസ്ട്രീസ്, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഇൻസ്പെക്ടർ CGST സെൻട്രൽ എക്സൈസ്, ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, പിന്നെ ബാക്കിയുള്ള ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, ഇൻസ്പെക്ടർ ഇൻ CBN സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്. നിങ്ങൾക്കിതെല്ലാം ടേബിളിൽ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അസിസ്റ്റൻറ്റ് സൂപ്പറിൻറ്റൻഡൻറ്റ്, അതിനുശേഷം റിസർച്ച് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, JSO ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകളാണ്. എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇതിൽ ഓരോ പോസ്റ്റിൻ്റെയും മീനിങ് എന്താണ്, അതായത് എന്ത് ബേസിസിലാണ് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ റീസൺ എന്ത് തന്നെയായിരിക്കും, സാലറിയും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് നോക്കിയിട്ടായിരിക്കും അല്ലേ നമ്മൾ തീർച്ചയായും നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നത് എത്രമാത്രം സാലറി എത്രയായിരിക്കും, ഗ്രേഡ് പേ എത്രയായിരിക്കും, ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എത്രയായിരിക്കും, ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. 36 പോസ്റ്റുകളുടെയും സാലറി ഡീറ്റെയിൽസും ഇൻഹാൻസ് സാലറി, ഓരോ മാസവും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എത്രയാണ് എന്നെല്ലാം തന്നെ ഇതിന് മുൻപിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് പ്രിഫർ ചെയ്യുന്നത് ഡ്യൂട്ടീസും അതുപോലെ വർക്കിംഗ് കണ്ടീഷൻസും അനുസരിച്ചിട്ടായിരിക്കും. എന്ത് തരം ജോലിയാണ് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഉള്ളത് പോസ്റ്റിംഗ് ഏരിയാസ് ആയിരിക്കും അല്ലേ, അതായത് ഇന്ത്യയിലുടനീളം ഉള്ള പോസ്റ്റിംഗ് ഉള്ള ജോലികളാണോ, അതോ ഡൽഹിയിൽ മാത്രമുള്ളതാണോ, സിറ്റീസിൽ മാത്രമുള്ള ജോലികളാണോ, ഇതും നമ്മുടെ പ്രിഫറൻസിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് വേക്കൻസീസ് ആണ്. ചില പോസ്റ്റുകൾക്ക് കുറച്ച് വേക്കൻസിയും ചില പോസ്റ്റുകൾക്ക് ധാരാളം വേക്കൻസി ഉണ്ടാവും. സോ വേക്കൻസീസിൻ്റെ എണ്ണം അനുസരിച്ചിട്ടും വേണം നമ്മൾ പ്രിഫറൻസ് അപ്ഡേറ്റ് ചെയ്യാൻ. പിന്നെ ഉള്ളത് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ. ചില ജോലികൾക്ക് റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും, അതായത് 2-3 വർഷം കഴിയുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം നടന്നിട്ട് നല്ല ഗ്രോത്ത് നിങ്ങൾക്ക് കരിയറിൽ പ്രതീക്ഷിക്കാൻ പറ്റും. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ഇതെല്ലാം കേട്ടതിന് ശേഷം ഓരോ പോസ്റ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് CGL എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ഏറ്റവും ആദ്യത്തെ പോസ്റ്റായ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറിൻ്റെ ജോലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. സാലറിയും പേ സ്കെയിലും നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. 9300 to 34,800 എന്നാണ്. ഇവിടെ നമ്മൾ വിത്തൗട്ട് ബെനിഫിറ്റ്സ് ആണ് ഇവിടെ നമ്മൾ ഏകദേശം കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ് പേ 4800 ആണ്. ഗ്രേഡ് പേ 4800 ആകുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഇൻഹാൻസ് സാലറി എത്രയായിരിക്കും എന്ന് അറിയണമെങ്കിൽ നമ്മുടെ നേരത്തെ വീഡിയോയിലേക്ക് പോയാൽ മതി. ഏകദേശം ഒരു 64 ആ ഒരു റേഞ്ചിലേക്കായിരിക്കും ഇവിടെ സാലറി വരിക. ഇനി ഡ്യൂട്ടീസും വർക്കിംഗ് കണ്ടീഷൻസും എന്താണെന്ന് നോക്കാം. സോ ബേസിക്കലി ഓഡിറ്റ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറുമായിട്ടുള്ള ഓർഗനൈസേഷൻസിൽ ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. സോ അതിനുവേണ്ടി തീർച്ചയായും ധാരാളം ട്രാവൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇൻസ്പെക്ഷന് ഓരോ സമയത്തും ധാരാളം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി
വേക്കൻസീസ് നോക്കാം. വേക്കൻസീസ് ലിമിറ്റഡ് വേക്കൻസീസേ ഉള്ളൂ, ധാരാളം വേക്കൻസീസ് ഒന്നുമില്ല. ഇനി ഇതിൻ്റെ പ്രൊമോഷൻ എങ്ങനെയാണ്, ഈ ജോലിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയറിൽ നിങ്ങളുടെ വളർച്ച എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആദ്യം ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറിൽ നിന്ന് ഓഡിറ്റ് ഓഫീസറിലേക്ക് മാറും. അതിനുശേഷം സീനിയർ ഓഡിറ്റ് ഓഫീസർ, ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ, സീനിയർ ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ, ഈ പോസ്റ്റ് വരെയാണ് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറിൻ്റെ കാര്യം. ഇനി അടുത്തത് ഇൻസ്പെക്ടർ എക്സാമിനർ ഓഫ് CBEC. സോ ഇതിലെ ഈ ജോലിയുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഗ്രേഡ് പേ വരുന്നത് 4600 ആണ്, എന്ന് വെച്ചാൽ ഒരു 50,000 റേഞ്ചിലായിരിക്കും അപ്പോൾ ഇൻഹാൻസ് സാലറിയൊക്കെ വരുന്നത്. ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ അലവൻസസും ബെനിഫിറ്റ്സും കൂട്ടാതെയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ, അതുപോലെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ അധികവും ഇൻസ്പെക്ടറിന് അധികവും വരുന്നത് ക്ലറിക്കൽ അല്ലെങ്കിൽ ഫയൽ റിലേറ്റഡ് ഡെസ്ക് ടൈപ്പ് ജോബ്സ് ആയിരിക്കും, ക്ലറിക്കൽ വർക്ക്സ് ആയിരിക്കും അധികവും വരുന്നത്. നിങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ. ഇനി അതുപോലെ തന്നെ പോർട്ടലിലൂടെ പാസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയൊക്കെ വെരിഫിക്കേഷനും കൂടെ നിങ്ങൾ, ടാക്സിങ് വെരിഫിക്കേഷനും കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും നിങ്ങൾ ഈ പോസ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ. ഈ ഒരു പോസ്റ്റിനും ലിമിറ്റഡ് വേക്കൻസീസേ ഉള്ളൂ. പിന്നെ കോസ്റ്റൽ ഏരിയാസിലായിരിക്കും ഈ ജോലിയിലുള്ളവർ അധികം ചെയ്യേണ്ടി വരിക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ടലിലൂടെ വരുന്ന ഗുഡ്സിൻ്റെ വെരിഫിക്കേഷൻ ആണല്ലേ നടത്തുന്നത്. സോ തീർച്ചയായും കോസ്റ്റൽ ഏരിയാസിലേക്കായിരിക്കും ഈ ജോലി മുഖേന നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. ഇനി ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രൊമോഷന് ശേഷം നിങ്ങൾ അപ്രൈസർ ആകും, അതിനുശേഷം അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ആൻഡ് കമ്മീഷണർ. അപ്പോൾ ഇത്രയും ജോലി ഗ്രോത്ത് ആണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. 3 വർഷത്തെ സർവീസിന് ശേഷമാണ് ആദ്യത്തെ പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭ്യമാകുക. ഓക്കെ, സോ ഇതാണ് ഇൻസ്പെക്ടർ എക്സാമിനർ ഓഫ് CBECയുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണ്. സോ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാം എന്നുള്ളത് നോക്കാം. ഗ്രേഡ് പേയും അതുപോലെ പേ സ്കെയിലൊക്കെ സെയിം ആണ്. അതിനെപ്പറ്റിയുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ഡ്യൂട്ടി നമ്മൾ TV-യിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ റേറ്റ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. സോ IT ഓഫീസർ, IT ഇൻസ്പെക്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് IT റെക്കോർഡ്സും ബിസിനസ്സസിൻ്റെയും അതുപോലെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും ഒക്കെ IT റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുക, അതെല്ലാം എത്തിക്കലാണോ, എല്ലാം പ്രോപ്പർ ആണോ എന്ന് നോക്കുക, റേറ്റ്സ് നടത്തുക എന്നുള്ളതൊക്കെയാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ ജോലി. ഇനി ഇതിലും ധാരാളം ട്രാവലിംഗ് ആവശ്യമായിട്ടുള്ളൊരു ജോലിയായിരിക്കും. ഇനി ഈ ജോലിക്ക് ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ഉണ്ട്, അതായത് ഇന്ത്യയിലുടനീളം വാക്കൻസികൾ ഉള്ള ഒരു ജോലി പ്രൊഫൈലാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓൾ ഇന്ത്യ പോസ്റ്റിംഗും ഉണ്ട്, അതേപോലെ മെനി വേക്കൻസീസും അവൈലബിൾ ആണ്. ഇനി ഈ ജോലിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൽ നിന്ന് മാറി ഇൻകം ടാക്സ് ഓഫീസർ ആകും, അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, വീണ്ടും കമ്മീഷണർ ആകും. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് 8 വർഷത്തെ സർവീസിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ പ്രൊമോഷൻ ലഭിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറുടെ ജോബ് പ്രൊഫൈലിൽ പറയാനുള്ളത്. ഇനി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ അസിസ്റ്റൻ്റ് ആവുകയാണ്, MEA, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ജോലിയാണ് താല്പര്യമെങ്കിൽ അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ പറയാം, അവിടേക്കുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പറയാം. ബേസിക്കലി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക അഡ്മിനിസ്ട്രേഷൻ വർക്ക്സ് ആയിരിക്കും, അതായത് റെക്കോർഡ്സ് കമ്പൈൽ ചെയ്യുക, ഇമെയിൽ ചെയ്യുക, ഡ്രാഫ്റ്റ് ചെയ്യുക, പിന്നെ കോൺടാക്റ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ജോലികളൊക്കെ ആയിരിക്കും. സോ ഫയൽ മെയിൻ്റനൻസ്, ബേസിക്കലി നമ്മൾ എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫീസിലൊക്കെ കാണുന്ന അഡ്മിനിസ്ട്രേഷൻ ജോലികളൊക്കെ ആയിരിക്കും അവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. പിന്നെ ഇവിടെ ഈ ജോലിക്ക് ഉള്ള പോസ്റ്റിംഗ് ഡൽഹിയിൽ മാത്രമാണ്. സോ നിങ്ങൾ വേറെ സ്ഥലത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇത് കാരണം ഇതിൻ്റെ പോസ്റ്റിംഗ് മെയിൻലി വരുന്നത് ഡൽഹിയിലാണ്. ചില സമയത്ത് ഫോറിൻ കൺട്രീസിലേക്ക് കൂടി പോസ്റ്റിംഗ് വരാൻ സാധ്യതയുണ്ട്, അതൊരു സ്മോൾ ടേമിലേക്കായിരിക്കും. സോ ആ ഒരു ചാൻസ് കൂടിയുണ്ട്. നിങ്ങളപ്പോൾ വിദേശത്തേക്കൊക്കെ ജോലി സംബന്ധമായിട്ട് പോകാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഒത്തിരി നല്ലതായിരിക്കും. ഇനി ഫസ്റ്റ് പ്രൊമോഷൻ വരുന്നത് 15 to 17 ഇയേഴ്സ് ആണ്. സോ ഈ പ്രൊമോഷന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം നടക്കുന്നുണ്ടാവും. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എക്സാം നടക്കുന്നുണ്ടാവും കേട്ടോ, അതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 8 ഇയേഴ്സിൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് പ്രൊമോഷൻ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി സെൻട്രൽ എക്സൈസർ ഇൻസ്പെക്ടർ ആണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ജോലി പ്രൊഫൈൽ എങ്ങനെയാണ് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഗ്രേഡ് പേയും പേ സ്കെയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ സ്ക്രീനിൽ. സോ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് കണ്ടീഷൻ തന്നെയാണ്. സോ അധികം എക്സിക്യൂട്ടീവ് വർക്ക്സ് ആയിരിക്കും ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസിന് ചെയ്യാനുണ്ടാവുക.
പിന്നെ ക്ലറിക്കൽ വർക്കും അഡ്മിനിസ്ട്രേഷൻ, ചെറിയ ചെറിയ അഡ്മിനിസ്ട്രേഷൻ ജോലികളും അല്ലെങ്കിൽ ഫയൽ റിലേറ്റഡ് വർക്ക്സും ആയിരിക്കും ചെയ്യാനുണ്ടാവുക. ഫയൽ റിലേറ്റഡ് വർക്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഫയൽസ് അനലൈസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ടാക്സ് എവേഷൻസ് നടക്കുന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ അതാണ് ഈ ജോലിയുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ ഈ ജോലിക്കും ധാരാളം വേക്കൻസികളുണ്ട്. ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് പോസ്റ്റിങ്ങും ഇതിലൂടെ ലഭ്യമാവും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊമോഷനും അതുപോലെയുള്ള ഗ്രോത്തും എങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 8 വർഷത്തിന് ശേഷമായിരിക്കും ആദ്യത്തെ പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുക. ഇനി പ്രൊമോഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇൻസ്പെക്ടറിൽ നിന്ന് മാറി സൂപ്പറിൻറ്റൻഡൻ്റ് ആവും, അതിനുശേഷം അസിസ്റ്റൻറ്റ് കമ്മീഷണർ, പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ, അതിനുശേഷം കമ്മീഷണർ. സോ ഈ ഒരു ഗ്രോത്ത് ആണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പ്രിവെൻറ്റീവ് ഓഫീസറിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രിവെൻറ്റീവ് ഓഫീസർ എന്ന് വെച്ചാൽ എന്താണ്? കറക്ഷൻ ഓഫീസർ. അതായത് പ്രിവെൻറ്റീവ് എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മൾ തടയുന്നതിനാണ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുക. സോ സ്മഗ്ലിംഗ് ഒക്കെ തടയുന്ന രീതിയിലുള്ള എക്സിക്യൂട്ടീവ് വർക്കാണ് ഇൻസ്പെക്ടർ ഓഫ് പ്രിവെൻറ്റീവ് ഓഫീസർ. അത് ഇൻസ്പെക്ടർ അതായത് പ്രിവെൻറ്റീവ് ഓഫീസർ ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ ചില സമയത്ത് ക്ലറിക്കൽ വർക്കോ ഫയൽ വർക്കോ ഒക്കെ ചെയ്യേണ്ടി വരും. സോ ബേസിക്കലി ഇതിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അസസ്മെൻ്റ് ആണ്. സോ ഈ ഫയൽസും ഗുഡ്സും ഒക്കെ അസസ് ചെയ്ത് എവിടെയെങ്കിലും ഇവേഷൻ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് പ്രിവെൻറ്റീവ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക, ഗുഡ്സിനെ സീസ് ചെയ്യുക, അതിനെ ഡീറ്റെയിൻ ചെയ്യുക, അതുപോലെ സെർച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ആ ഒരു പ്രൊഫൈൽ, ആ ഒരു പോഷ് ഗ്ലാമറസ് ജോലിയാണ് പ്രിവെൻറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് ഡ്യൂട്ടിയാണ്. അതായത് 24 മണിക്കൂറും നിങ്ങൾ ജോലിയിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കേണ്ടി വരും. അത്രയും നേരം ഓഫീസിൽ ഉണ്ടാവണമെന്നായിരിക്കില്ല, പക്ഷേ നിങ്ങൾ 24 മണിക്കൂറും അവൈലബിൾ ആയിരിക്കണം ഈ ജോലിക്ക് വേണ്ടി. സോ ആ ഒരു സന്നദ്ധത അത്യാവശ്യമാണ് ഈ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ. സോ മെയിൻലി ഈ ജോലിയിൽ വരുന്ന പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എയർപോർട്ട്സിലോ അല്ലെങ്കിൽ സീ പോർട്ട്സിലോ, തുറമുഖത്തോ അതുപോലെയുള്ള എയർപോർട്ട്സിലോ ഒക്കെ ആയിരിക്കും അധികവും പോസ്റ്റിംഗ് വരുന്നത്. വേക്കൻസീസും ഒരുപാടില്ല, ഒരു മീഡിയം ലെവൽ ഓഫ് വേക്കൻസീസ് ആണ് ഇതിലും ഉണ്ടാവുകയുള്ളൂ. നേരത്തെ കണ്ട ജോലിയുടെ പോലെ തന്നെയുള്ള പ്രൊമോഷൻ ലെവലാണ് ഇവിടെ. സൂപ്പറിൻറ്റൻഡൻറ്റ്, അതിനുശേഷം അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ആൻഡ് പിന്നെ കമ്മീഷണർ. 8 വർഷത്തെ സർവീസിൽ ശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറാണ്. സോ ഇത് ഏകദേശം നേരത്തെ ഉള്ള പോലെ തന്നെ ഒരു ജോലിയാണ്. മണി ലോണ്ടറിങ്, ഫോർജറി. സോ നേരത്തെ നമ്മൾ പറഞ്ഞത് ഗുഡ്സിൻ്റെ രീതിയിലുള്ള കാര്യമായിരുന്നു അല്ലേ, സ്മഗ്ലിംഗ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലിയായിരുന്നു. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി ലോണ്ടറിങ്, ആൻറ്റി മണി ലോണ്ടറിങ്, അതുപോലെ ഫോർജറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫീസറാണ് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. സോ അധികവും ഇത് സിറ്റീസിലായിരിക്കും ഈ പോസ്റ്റിലുള്ളവരെ നിയമിക്കുന്നത്. അധികവും 21 സിറ്റീസ് ഉണ്ട് അല്ലേ, മേജർ സിറ്റീസ്, XYZ കാറ്റഗറീസിൽ സിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് സിറ്റീസ് ആണ് ഏറ്റവും ഹൈ ലെവലായിട്ടുള്ള മെട്രോപൊളിഷ്യൻ സിറ്റീസ് എന്ന് പറയുന്നത്. സോ അവിടേക്ക് അല്ലെങ്കിൽ ഡയറക്ടറേറ്റിൻ്റെ ഓഫീസുകളിലേക്കായിരിക്കും ഈ ജോലിയിലുള്ളവരെ നിയമിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ. നമ്മൾ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട്, അതിനുശേഷം ഡയറക്ടറായിട്ടാണ് പോകുന്നത്. സോ ഇവിടെ ഈ പോസ്റ്റിന് പക്ഷേ ഇത്ര വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പ്രൊമോഷൻ, അങ്ങനെയൊരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു പോസ്റ്റിന് അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോ പോസ്റ്റും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമായി നിങ്ങളുടെ കണ്ടീഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ട് വേണം പ്രൊമോഷൻസ് കൊടുക്കാൻ. ഇപ്പോൾ ചില പോസ്റ്റുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലേക്ക് മാത്രമാണ് നിയമനമുള്ളൂ അല്ലേ. സോ അങ്ങനെയുള്ള ഒരാൾ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സോ ധാരാളം വേക്കൻസികളും അതുപോലെ തന്നെ ഇന്ത്യയിൽ അത്രയും നിയമനങ്ങളും വരുന്ന പോസ്റ്റുകളും വേറെയുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്തത് വിജിലൻസ് കമ്മീഷൻ്റെ അസിസ്റ്റൻ്റ് ആണ്. സോ ഇതിൽ സാലറി സ്കെയിൽ ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് ഞാൻ സാലറി സ്കെയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം സാലറി ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാലറി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ കംപ്ലീറ്റ്ലി ചെയ്തത് കാരണം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പോസ്റ്റിൻ്റെയും സാലറി ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. സോ ബേസിക്കലി നമ്മളിവിടെ ജോബ് പ്രൊഫൈലും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നോക്കുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലെ അസിസ്റ്റൻറ്റിൻ്റെ ജോലി
കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അല്ലേ. സോ മെയിൻലി ഇതിനകത്ത് മോണിറ്ററിംഗ് ആണ്, അതായത് വിജിലൻസ് ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെയും അതുപോലെയുള്ള ബാക്കിയുള്ള ടീംസിനെയൊക്കെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അസിസ്റ്റൻറ്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ജോലിയായിട്ട് വരുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക, അതുപോലെയുള്ള ഫയൽസ് അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ ഈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയൊക്കെ എന്തെങ്കിലും ത്രെറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനെയൊക്കെ അറിയിക്കുക എന്നുള്ള ജോലികളാണ് ഇവിടെ അസിസ്റ്റൻറ്റിന് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ജോലിക്കും ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ലിമിറ്റഡ് വേക്കൻസീസ് അല്ല, ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ്. സോ വേക്കൻസിയും തീർച്ചയായും അധികമായിട്ടുണ്ടാവും. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യം സെക്ഷണൽ ഓഫീസറാവും, പിന്നെ അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറിയായി, ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യത്തെ പ്രൊമോഷൻ 7 to 8 ഇയേഴ്സ് ആണ്. ഇതിനു വേണ്ടിയും എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ 7 to 8 വർഷം സർവീസ് വേണം. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്തത് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ഇൻ AFHQ ആണ്. സോ ഇവിടെ ഉള്ള ജോലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അധികവും പേപ്പർ വർക്കുകളായിരിക്കും, ഈ ക്ലറിക്കൽ വർക്ക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക. അതായത് ഫയൽസ് കമ്പൈൽ ചെയ്യുക, ടൈപ്പിംഗ്, പിന്നെ റിപ്പോർട്ട്സ് അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഫയൽ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള ക്ലറിക്കൽ വർക്ക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും കേസസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനെല്ലാം ഫോളോ അപ്പ് ചെയ്യേണ്ട ജോലിയും കൂടെ നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ അപ്ഡേറ്റ്സിനെ നിങ്ങൾ ഡെഫിനറ്റ്ലി മാനേജ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ ജോബ് പ്രൊഫൈലിൽ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ഈ ജോലിയുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും അല്ലേ. സോ ബേസിക്കലി ഇത് ഡൽഹിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മെട്രോ സിറ്റീസിലൊക്കെ ആയിരിക്കും ഈ ജോലിയുടെ പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഇതിൻ്റെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് നോക്കാം. നേരത്തെ ജോലിയുടെ പോലെ തന്നെ സെക്ഷൻ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ, അതിനുശേഷം പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. ഇത്രയുമൊക്കെ പ്രൊമോഷൻ സാധ്യതയുള്ളൊരു ജോലിയാണ്. ഏറ്റവും ആദ്യത്തെ പ്രൊമോഷൻ 4 വർഷത്തിന് ശേഷം, പിന്നത്തെ പ്രൊമോഷൻ 6 വർഷത്തിന് ശേഷം, പിന്നത്തേത് 5 വർഷത്തിന് ശേഷം, അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ 4th പ്രൊമോഷൻ ആഫ്റ്റർ 5 years. സോ ഇത്രയും പ്രൊമോഷൻസ് ആണ്. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂറേഷനും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേ ആണ്. സോ ഇവിടുത്തെ ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കാം. സോ ബേസിക്കലി മിനിസ്ട്രി ഓഫ് റെയിൽവേയിലെ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പം അധികവും ചെയ്യാനുള്ളത് ക്ലറിക്കൽ വർക്ക്സ് ആയിരിക്കും. സോ റെയിൽവേ മിനിസ്ട്രിയിലെ ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്ന ക്ലറിക്കൽ ജോബുകളായിരിക്കും നിങ്ങൾക്ക് അധികവും ചെയ്യാനുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഉള്ളൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഡിസ്കൗണ്ടഡ് റെയിൽവേ പാസസ് ഫോർ ട്രാവലിംഗ് എനിവെയർ ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും റെയിൽവേ പാസസ് നിങ്ങൾക്ക് കിട്ടും. സോ അധികവും ഫ്രീ ട്രാവൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ അത് ഈ ഒരു ജോലിയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ പോസ്റ്റിംഗ് സിറ്റീസിലായിരിക്കും അധികം ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ്, റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ സിറ്റീസിലോ ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് നമ്മൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ആണ്. സെക്ഷണൽ ഓഫീസർ നേരത്തെ ഉള്ളതുപോലെ അണ്ടർ സെക്രട്ടറി, പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി, ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. സോ ഫസ്റ്റ് പ്രൊമോഷൻ 7 to 8 ഇയേഴ്സിന് ശേഷമാണ്. അതിന് കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷൻ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 5 to 6 ഇയേഴ്സിന് ശേഷം ഉണ്ടാവുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ജോലി പ്രൊഫൈൽ. ഇൻ്റലിജൻസ് ബ്യൂറോ IBയിലെ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ നിയമിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ബേസിക്കലി ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആയിട്ടാണ്. പക്ഷേ മെയിൻ ഓഫീസർ ആവില്ല കേട്ടോ. നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അസിസ്റ്റൻ്റ് ആയിരിക്കും. സോ കമ്പ്യൂട്ടറിൽ ഡേറ്റ ഓറിയൻറ്റഡ് ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മൂവീസിൽ കാണത്തില്ലേ, CBIയിൽ ജഗതി ശ്രീകുമാർ ചെയ്ത പോലത്തെ റോൾ, അങ്ങനത്തെ റോളുകളിലൊക്കെ ആയിരിക്കും കേട്ടോ. എൻ്റെ ഒരു അസംഷനാണ്. സോ ബേസിക്കലി നിങ്ങൾ ലീഡ് ആയിരിക്കത്തില്ല. ബേസിക്കലി ഈ കാര്യങ്ങളുടെയൊക്കെ മാനേജ്മെൻറ്റ്, അതായത് ഫയൽ മാനേജ്മെൻറ്റ്, ഡേറ്റ മാനേജ്മെൻറ്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ തുടക്കത്തിൽ ചെയ്യുക. ഇനി ഒന്നുകിൽ നിങ്ങളുടെ പോസ്റ്റിംഗ് IB സെല്ലിലായിരിക്കും, അല്ലെങ്കിൽ ഇത് ഡൽഹിയിലായിരിക്കും. സോ ഇത് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് സെക്ഷണൽ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി വരെയായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറാണ്. സോ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിൻ്റെ ജോലി പ്രൊഫൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിപ്പോർട്ട്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതൊക്കെ സുപ്പീരിയേഴ്സിന് സെൻഡ് ചെയ്ത് അത് മാനേജ് ചെയ്യുക. അതും ക്ലറിക്കൽ ജോബ് തന്നെയാണ്. മിനിസ്ട്രീസ് ഓഫ് ഡൽഹി മിനിസ്ട്രീസിലാണ് അധികവും ഈ ഒരു ജോബിന് പോസ്റ്റിംഗ് വന്നിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ റിട്ടയർ ആവാൻ പോകുന്നത് ഡയറക്ടറായിട്ടാണ്. സെക്ഷൻ ഓഫീസറിൽ നിന്ന് അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, പിന്നെ അതിനുശേഷം ഡയറക്ടറായിട്ടാണ് റിട്ടേൺ ആവുക. ആദ്യത്തെ പ്രൊമോഷൻ 10 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. പിന്നത്തെ പ്രൊമോഷൻ 5 വർഷത്തിന് ശേഷം,
അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷൻ 4 വർഷത്തിന് ശേഷം. ഓക്കെ, സോ ഇങ്ങനെയാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിട്ട് നിങ്ങൾ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സബ് ഇൻസ്പെക്ടർ. നമ്മളെല്ലാവരും കാത്തിരുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് CBI. ഇതിലെ ജോലിയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാം. സോ ബേസിക്കലി നമ്മുടെ പോലീസിനുള്ള അതേ ഒരു പവറും ആ ഒരു അതോറിറ്റിയൊക്കെ തന്നെ നമ്മുടെ CBIക്ക് ഉണ്ടാവും. ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, CBI എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സോ ഇനി അതിന് വേണ്ടി നിങ്ങൾക്ക് ആദ്യം ഒരു ട്രെയിനിങ് ഉണ്ടാകും. ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങൾ അപ്പോയിൻറ്റഡ് ആവുക. 8 മാസത്തെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. അതിന് ശേഷമാണ് നിങ്ങൾ സബ് ഇൻസ്പെക്ടറായിട്ട് അപ്പോയിൻറ്റഡ് ആവുക. പിന്നെ പറയാനുള്ള കാര്യം, സോ ഡൽഹിയിലായിരിക്കും അധികവും പോസ്റ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊമോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇൻസ്പെക്ടർ, പിന്നെ ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡൻറ്റ് ആൻഡ് സീനിയർ സൂപ്പറിൻറ്റൻഡൻറ്റ്. ഇങ്ങനെയായിരിക്കും പ്രൊമോഷൻ പോകുന്നത്. ആദ്യത്തെ പ്രൊമോഷൻ 5 വർഷത്തിന് ശേഷം, സെക്കൻഡ് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ 10 to 12 years ആണ്. തേർഡ് പ്രൊമോഷനാണ് 5 to 7 years ആയിട്ട് വരിക. ഇനി അടുത്ത ജോബ് പ്രൊഫൈൽ നമുക്ക് നോക്കാം. അതർ മിനിസ്ട്രീസ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, റെയിൽവേ, ഇതൊന്നും അല്ലാതെ ബാക്കിയുള്ള മിനിസ്ട്രീസിലേക്കുള്ള അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അപ്പോയിൻറ്റഡ് ആവുകയാണെങ്കിൽ, സോ ബേസിക്കലി നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്, പാർലമെൻ്ററി അഫയേഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ, ഈ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉള്ള ക്ലറിക്കൽ വർക്ക്സിനെ ആയിരിക്കും നിങ്ങളെ അപ്പോയിൻറ്റഡ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മിനിസ്ട്രീസ് അല്ലാതെയുള്ള മിനിസ്ട്രീസ് ആണ് ഇതെല്ലാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്, പാർലമെൻ്ററി അഫയേഴ്സ് ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ എക്സെട്ര. പോസ്റ്റിംഗ് വരുന്നത് മിക്കവാറും ഡൽഹിയിൽ തന്നെയായിരിക്കും. പ്രൊമോഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഓഫീസർ ആകും, അണ്ടർ സെക്രട്ടറി, അതിനുശേഷം ഡെപ്യൂട്ടി സെക്രട്ടറി. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. ഇനി അടുത്തത് CAGയുടെ ഓഫീസിലെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി എങ്ങനെയായിരിക്കും എന്നാണ്. സോ ബേസിക്കലി അക്കൗണ്ടൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓഡിറ്റ് ആയിരിക്കും അല്ലേ. സോ CAGയുടെ ഓഫീസിലെ അക്കൗണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന ഇടപാടുകളുടെയൊക്കെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യലായിരിക്കും നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. സോ ഈ ഒരു ജോലിക്ക് ട്രാവലിംഗ് കുറവായിരിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സും കുറവായിരിക്കും. സോ ഇനി നിങ്ങൾക്ക് ജോലിയിൽ വരുന്ന ലൊക്കേഷൻസ് എന്ന് പറയുന്നത് CAG ഓഫീസസ് അവൈലബിൾ ആയിട്ടുള്ള സിറ്റീസിലായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് നടക്കുക. ഓക്കെ, ഇനി പ്രൊമോഷൻ എങ്ങനെയാണ്? ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ ആകാം, അതിനുശേഷം ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ, ആദ്യം 2 ആണ്, അതിനുശേഷം 1, പിന്നെ സീനിയർ ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് ഓരോ പ്രൊമോഷനോടൊപ്പം മാറുക. അടുത്തത് നാർക്കോട്ടിക്സിലെ ഇൻസ്പെക്ടർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്തായിരിക്കും എന്നായിരിക്കും. സോ ബേസിക്കലി എന്തായിരിക്കും, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് ലൈ. സോ എന്താണ് ബേസിക്കലി നമ്മളിവിടെ നോക്കുന്നത്, ചെക്കിംഗ് ഓൺ ദ കൾട്ടിവേഷൻ ഓഫ് ഓപ്പിയം, പോപ്പി. സോ ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ, നാർക്കോട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സോ അതിൻ്റെയൊക്കെ കൾട്ടിവേഷൻ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമ്പനീസിലൊക്കെ പീരിയോഡിക് ആയിട്ടുള്ള ചെക്സും റേറ്റ്സും ഒക്കെ നടത്തുക. ബാൻഡ് ഡ്രഗ്സോസ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുക. അതിനുശേഷം സ്മഗ്ലിംഗ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചെറിയ രീതിയിലുള്ള ട്രാവലും ഈ ഒരു ജോലിയോട് അനുബന്ധിച്ച് വരും. അധികവും പോസ്റ്റിംഗ് നോർത്ത് ഇന്ത്യയിലേക്കാണ്. സോ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് മാറാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നത് പ്രൊമോഷനാണ്. സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് നാർക്കോട്ടിക്സ്, അസിസ്റ്റൻറ്റ് നാർക്കോട്ടിക്സ് കമ്മീഷണർ, ഡെപ്യൂട്ടി നാർക്കോട്ടിക്സ് കമ്മീഷണർ ആൻഡ് നാർക്കോട്ടിക്സ് കമ്മീഷണർ. സോ ഇങ്ങനെയാണ് ഈ ഒരു ജോലിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി വേറെ ബാക്കി മിനിസ്ട്രീസിലെ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. സോ ഇതിൽ ഒരു ചെറിയ ഗ്രേഡ് മാറ്റമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുമായിട്ട് സെയിം ആണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി NIAയിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ് നിങ്ങൾ അപ്പോയിൻറ്റഡ് ആവുന്നതെങ്കിൽ ആ ജോലിയിലെ പ്രൊഫൈൽ എന്തൊക്കെയായിരിക്കും നോക്കാം. സോ NIA എന്ന് വെച്ചാൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ബേസിക്കലി നാഷണൽ ലെവൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ലൈക്ക് ടെററിസം എക്സെട്ര ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് NIA എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ഇൻ്റലിജൻസ് ഇൻഫർമേഷനിൽ, അതായത് ഇങ്ങനത്തെ സെക്യൂരിറ്റി ത്രെറ്റ് വരുന്ന ഇൻഫർമേഷനെ മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ലെവൽ ഓഫ് റിസ്ക് അസസ് ചെയ്യുക എന്നുള്ള ജോലികളൊക്കെയാണ് വരിക. സോ ഇത് ഒരു ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു ജോലിയാണ്. ഒത്തിരി പ്രഷറിലിരുന്ന് ജോലി ചെയ്യേണ്ട ആ ഒരു ടൈപ്പ് ഓഫ് ജോബ് പ്രൊഫൈലാണ് NIAയിലെ സബ് ഇൻസ്പെക്ടറിന് വരിക. സോ മാത്രമല്ല ഒത്തിരി ട്രാവലും ആവശ്യം വരുന്ന ഒരു ജോലിയായിരിക്കും. പിന്നെ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം ഭയങ്കര പ്രഷർ വരുന്നൊരു ജോലിയായിരിക്കും. ഇനി അതിനുശേഷം പോസ്റ്റിംഗ് എന്ന് പറയുന്നത് മിക്കവാറും ഡൽഹിയിൽ തന്നെയായിരിക്കും. ഗ്രോത്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ ആയിട്ട്, അതിനുശേഷം ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡൻറ്റ്, പിന്നെ സൂപ്പറിൻറ്റൻഡൻറ്റ് ആൻഡ് ഫസ്റ്റ് പ്രൊമോഷൻ വിൽ ബി ആഫ്റ്റർ 5 years. സോ 5 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പ്രൊമോഷൻ വരിക.
ഇനി അടുത്തതായിട്ട് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ബേസിക്കലി ഇത് ഡേറ്റ കളക്ഷനും ഡേറ്റ പ്രോസസ്സിങ്ങും ഒക്കെ അനുസരിച്ച് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണ്. ഇത് അധികവും ഓഫീസ് ജോലി അല്ലെങ്കിൽ ഫീൽഡ് ജോലി ആയിരിക്കും. കാരണം ഡേറ്റ കളക്ട് ചെയ്തിട്ട് അത് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് ഗവൺമെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്ത ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ജോലിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. സോ പോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 100 to 300 വേക്കൻസീസ് ആണ് ഓരോ വർഷവും ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുന്നത്. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും, അതിനുശേഷം സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഓഫീസർ ആകും, പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അതിനുശേഷം ജോയിൻറ്റ് ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. പക്ഷേ ചെറിയൊരു ക്യാച്ച് ഉള്ളത്, പ്രൊമോഷൻസ് വളരെ സ്ലോ ആണ്. ഈ ഒരു പോസ്റ്റിൽ പ്രൊമോഷൻസ് വളരെ പതുക്കെയാണ് പ്രൊമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിലെ ഇൻസ്പെക്ടറായിട്ട് ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്നാണ്. സോ ബേസിക്കലി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളുടെ ബിസിനസ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. പിന്നെ ധാരാളം ട്രാവൽ ആവശ്യപ്പെടുന്ന ഒരു ജോലിയായിരിക്കും ഇത്. കാരണം നിങ്ങൾക്ക് ഒരു 60 to 70 പോസ്റ്റ് ഓഫീസസിൻ്റെ ഒരു ചുമതല, റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് അസൈൻഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ പെർഫോമൻസ്, ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബഞ്ച് ഓഫ് പോസ്റ്റ് ഓഫീസസിൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. സോ അതുകൊണ്ട് പെർഫോമൻസ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ്. ഒത്തിരി ട്രാവലും വേണ്ടി വരുന്ന ഒരു ജോലിയാണിത്. സോ ഏതെങ്കിലും പോസ്റ്റൽ ഡിവിഷനിൽ, ഇന്ത്യയിലുടനീളം ഏത് പോസ്റ്റൽ ഡിവിഷനിലും നിങ്ങൾക്ക് ഇവിടെ ഈ ജോലിയിലൂടെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി 5 ഇയേഴ്സിന് ശേഷമാണ് ആദ്യത്തെ പ്രൊമോഷൻ വരുന്നത്. അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം നടക്കാറുണ്ട്. സോ ആദ്യം അസിസ്റ്റൻറ്റ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോസ്റ്റ് ആവും, പിന്നെ പോസ്റ്റൽ സൂപ്പറിൻറ്റൻഡൻറ്റ്, സീനിയർ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോസ്റ്റ്, അതിനുശേഷം സീനിയർ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോസ്റ്റ്. അപ്പോൾ അതിൽ ഗ്രേഡ് പേയിൽ വ്യത്യാസം വരുന്നുണ്ട്. ആദ്യത്തെ GP ഗ്രേഡ് പേ എന്ന് പറയുന്നത് 5400-ഉം അടുത്തത് 6600-ഉമാണ്. സോ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഗ്രേഡ് പേ വെറും 4200 ആയിരുന്നു. അതിൽ നിന്നാണ് ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ നല്ല പ്രൊമോഷനൊക്കെ വരുന്ന ഒരു എന്ന് വെച്ചാൽ ഗ്രോത്ത് ഉള്ള ഒരു കരിയറാണ്. പക്ഷേ പ്രഷറിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, ഇഷ്ടമല്ല അതിന് കേപ്പബിൾ ആയിട്ടുള്ളവർ മാക്സിമം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് സബ് ഇൻസ്പെക്ടർ റോളാണ്. CBN, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ഉള്ള പോസ്റ്റാണ്. സോ ഇതിൽ ബേസിക്കലി ഇത് അധികവും ഫീൽഡ് വർക്ക് ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണിത്. ഇൻസ്പെക്ടർ തന്നെയായിരിക്കും, നിങ്ങൾ ഇൻസ്പെക്ടറിൻ്റെ പോലത്തെ പ്രൊഫൈൽ തന്നെയാണ്, പക്ഷേ ഈ ജോലിയിൽ അധികവും വരുന്നത് ഫീൽഡ് വർക്ക് ആയിരിക്കും. സോ നമ്മുടെ നാർക്കോട്ടിക്സ്, ബാൻഡ് ആയിട്ടുള്ള ഡ്രഗ്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും സ്റ്റേറ്റിലേക്ക് എൻറ്റർ ചെയ്യാതിരിക്കാൻ ഉള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. സോ ബേസിക്കലി ഒത്തിരി ട്രാവലിങ്ങും ഫീൽഡ് വർക്കും ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണിത്. ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ഉണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റിംഗ് കിട്ടാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രൊമോഷൻ ആയിട്ട് നാർക്കോട്ടിക്സിൻ്റെ കമ്മീഷണറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. ആദ്യം ഇൻസ്പെക്ടർ, പിന്നെ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് നാർക്കോട്ടിക്സ്, അസിസ്റ്റൻറ്റ് നാർക്കോട്ടിക്സ് കമ്മീഷണർ, ഡെപ്യൂട്ടി നാർക്കോട്ടിക്സ് കമ്മീഷണർ, ലാസ്റ്റായിട്ട് നാർക്കോട്ടിക്സ് കമ്മീഷണറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫീൽഡ് വർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാർ ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഓഡിറ്ററാണ് ഓഫ് C&AG. സോ എന്ന് വെച്ചാൽ CAG ഓഫീസിലേക്ക് ഉള്ള ഓഡിറ്ററാണ്. സോ ബേസിക്കലി എന്തായിരിക്കും, സ്റ്റേറ്റിൻ്റെ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ നോക്കി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ജോലിയായിരിക്കും. ആ റിപ്പോർട്ട്സൊക്കെ പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കേണ്ട ജോലിയായിരിക്കും വരുന്നത്. അധികവും ക്ലറിക്കൽ ജോലികൾ തന്നെയായിരിക്കും വരിക. സോ ഇതിന് ഈ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡൽഹിയിലായിരിക്കും. ഫസ്റ്റ് പ്രൊമോഷൻ 3 വർഷത്തിന് ശേഷം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതിനുശേഷമുള്ള പ്രൊമോഷൻ 2 ഇയറിന് ശേഷമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇതിൻ്റെ കരിയർ ആൻഡ് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഓഡിറ്ററായി, അതിനുശേഷം സീനിയർ ഓഡിറ്റർ, പിന്നെ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇനി ഓഡിറ്റർ ഓഫ് CGDA, ഇത് നേരത്തെ ഹാൻഡ് ഓഡിറ്റർ ഓഫ് CGA. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റർ ഓഫ് C&AG ഓഫീസിലുള്ള അതേ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിനും വരുന്നത്. ഇനി അടുത്തത് ടാക്സ് അസിസ്റ്റൻ്റ് ആണ്. ടാക്സ് അസിസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളൊരു ഡെസ്ക് ഡ്യൂട്ടി ആയിരിക്കും നിങ്ങൾക്ക് അധികവും ചെയ്യാനുണ്ടാവുക. സോ ബേസിക്കലി ടാക്സസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അസസ് ചെയ്യുക, എന്നിട്ട് അതൊക്കെ വെരിഫൈ ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുക. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടി വരിക. പിന്നെ അധികവും
അഡ്മിൻ വർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓഫീസേഴ്സിനെ ഇതിലേക്ക് അസിസ്റ്റ് ചെയ്യുന്ന ജോലിയും കൂടി ആയിരിക്കും ടാക്സ് അസിസ്റ്റൻറ്റിന് ചെയ്യാൻ പറ്റുക. സോ അധികം പോസ്റ്റിംഗ് വരുന്നത് മെട്രോ സിറ്റീസിലായിരിക്കും. ധാരാളം വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണിത്. 3 വർഷത്തിന് ശേഷം തന്നെ ആദ്യത്തെ പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം സീനിയർ ടാക്സ് അസിസ്റ്റൻറ്റ്, പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, സൂപ്പറിൻറ്റൻഡൻറ്റ് ഓർ അപ്രൈസർ, പിന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. സോ ഒത്തിരി ഗ്രോത്ത് ഉള്ളൊരു പ്രൊഫൈൽ കൂടിയാണിത്. വേഗം ഗ്രോത്ത് ഉണ്ടാകും. കാരണം ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടുന്നത് തന്നെ 3 വർഷത്തിന് ശേഷമാണ് അല്ലേ. സോ നല്ല ഗ്രോത്ത് ഉള്ളൊരു പ്രൊഫൈലാണ് ഇത്. ഇനി CBDTയിലെ ടാക്സ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ ഇതേ പ്രൊഫൈൽ തന്നെയാണ്, ഏകദേശം സെയിം ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് അക്കൗണ്ടൻറ്റ് ഓർ ജൂനിയർ അക്കൗണ്ടൻറ്റ്, അതായത് CAJD ഓഫീസിന് അണ്ടറിലുള്ള ഓഫീസസിൽ വരുന്ന അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ജോലി പ്രൊഫൈൽ എങ്ങനെയായിരിക്കും എന്നാണ്. സോ അധികവും ക്ലറിക്കൽ വർക്ക്സ് തന്നെയാണ് വരുന്നത്. സോ ബില്ല് പാസ് ചെയ്യുക, സാലറിയുടെ അമെൻമെൻറ്റ്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുക, പിന്നെ ഓഫീസ് എക്സ്പെൻസസ് ഒക്കെ ഓഡിറ്റ് ചെയ്യുക, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലിയായിട്ട് വരുന്നത്. പിന്നെ GPF, അതുപോലെ തന്നെ പെൻഷൻസ്, റെസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ്, സിവിൽ മിനിസ്ട്രി. സോ ഈ ട്രഷറി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ജോബായിരിക്കും ഇത്. ചെറിയ വേക്കൻസീസേ ഉള്ളൂ. പോസ്റ്റിംഗ് അധികവും ഡൽഹിയിലാവാനാണ് സാധ്യത. 3 വർഷത്തിന് ശേഷം ആദ്യത്തെ പ്രൊമോഷൻ വരും. സെക്കൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് AAOയുടെ എക്സാമിന് ശേഷമായിരിക്കും. പിന്നെ തേർഡ് പ്രൊമോഷൻ 15 ഇയേഴ്സിന് ശേഷമായിരിക്കും വരിക. ഓക്കെ, സോ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അക്കൗണ്ടൻ്റ് ആയിരിക്കും. ഫസ്റ്റ് പ്രൊമോഷന് ശേഷം സീനിയർ അക്കൗണ്ടൻ്റ് ആയി, പിന്നെ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ, പ്രിൻസിപ്പൽ അക്കൗണ്ട്സ് ഓഫീസർ, സീനിയർ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. ഇനി CGA ആൻഡ് അതർ വേറെ ഓഫീസസിലും ഉള്ള അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഇതിലും സെയിം റോള് തന്നെയായിരിക്കും വരിക. അടുത്തത് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. സോ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആകുമ്പോൾ ബേസിക്കലി ഫയൽ മാനേജ്മെൻറ്റ് ടൈപ്സ് ഓഫ് ജോബുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് ഫയൽസൊക്കെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഫയൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വരുന്ന ക്വറി മെയിൽസിനൊക്കെ റിപ്ലൈ ചെയ്യുക എന്നുള്ള ജോലിയായിരിക്കും ഉണ്ടാവുക. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ടൈപ്സ് ഓഫ് ക്വരീസിന് വരുന്ന മെയിൽസൊക്കെ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് അപ്രൂവൽ കൊടുക്കുക. പിന്നെ ഡേറ്റ എൻട്രി. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഡെസ്ക് ജോലികൾ, അതായത് ക്ലറിക്കൽ ജോലികളായിരിക്കും അധികവും സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഉണ്ടാവുക. ഡൽഹിയിലുള്ള പല മിനിസ്ട്രികളിലുമായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. ചെറിയ വേക്കൻസികൾ മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നതും ലിമിറ്റഡ് ആണ്. അസിസ്റ്റൻറ്റിൽ നിന്ന് മാറി സെക്ഷൻ ഓഫീസറായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. 5 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ പ്രൊമോഷൻ. പിന്നത്തെ പ്രൊമോഷൻ 6 to 7 ഇയേഴ്സിന് ശേഷമായിരിക്കും ലഭിക്കുക. ഇനി അടുത്തത് കമ്പൈലറാണ്. സോ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, സോ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ RGIയിലെ കമ്പൈലറാണ്. സോ കമ്പൈലർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഫുള്ളി ക്ലറിക്കൽ വർക്ക് ആയിരിക്കും. സോ ഡ്രാഫ്റ്റ് ചെയ്യുക, റിപ്പോർട്ട്സ് കമ്പൈൽ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ജോലിയിൽ പെടുന്നത്. അതേപോലെ സെൻസസ് കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്യലൊക്കെയാണ് കമ്പൈലറുടെ ജോലി എന്ന് പറയുന്നത്. അധികവും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവിഷനിലേക്കാണ് ഈ ജോലിയിലുള്ളവരെ പോസ്റ്റ് ചെയ്യുന്നത്. പ്രൊമോഷൻ്റെ ചാൻസസ് കുറവാണ്, കുറച്ച് വേക്കൻസീസുമാണ് ഉള്ളൂ. സോ അതുകൊണ്ട് ആദ്യത്തെ പ്രൊമോഷന് ശേഷം തന്നെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റഡ് ആകും. സോ ഇതൊരു ഗ്രാജുവൽ ഗ്രോത്ത് ഉള്ളൊരു ജോബ് പ്രൊഫൈലാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറാണ്. സോ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് കേൾക്കുമ്പോൾ അറിയാം അല്ലേ, എന്തായിരിക്കും അക്കൗണ്ട്സ് മാനേജ് ചെയ്യുക. സോ ബേസിക്കലി ഫിനാൻഷ്യൽ വർക്ക് ആയിരിക്കും ഉണ്ടാവുക. ഫണ്ട്സ്, പിന്നെ പെൻഷൻസ്, PF, ഈ കാര്യങ്ങൾ, ലോൺസും ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആയിരിക്കും അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറിന് ഉണ്ടാവുക. ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ്. ഇവിടെയും ലിമിറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. ഇതൊരു ഹൈ പ്രൊഫൈൽ ജോബാണ്. നമുക്ക് സാലറി കാണുമ്പോൾ അറിയാം അല്ലേ, പക്ഷേ ലിമിറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് ഇൻ SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ്. സോ ഇതിനകത്ത് ഉള്ള ഗ്രേഡ് പേ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ ഇത് തന്നെയാണ്, ഏകദേശം അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ പോലത്തെ പ്രൊഫൈല് തന്നെയാണ് വരുന്നത്. ഇനി അതർ മിനിസ്ട്രീസിലുള്ള അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവരുടെ ഗ്രേഡ് പേയും അതുപോലെയുള്ള ബെനിഫിറ്റ്സുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. CGLൻ്റെ എക്സാം വിളിച്ചിട്ടുള്ള 36 പോസ്റ്റിലേക്കും ഉള്ള ജോബുകളുടെ ഏകദേശം ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ വളരാൻ ഉള്ള നിങ്ങളുടെ ചാൻസസും കരിയർ ഗ്രോത്തും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഓരോ പോസ്റ്റിനും നിങ്ങൾക്ക് ഇണങ്ങിയതാണോ അതോ അല്ലയോ എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. സോ എല്ലാവരും നല്ല വൈസായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പ്രിഫറൻസസ് ഒക്കെ കറക്റ്റ് എഴുതി വെച്ച് നോക്കി നന്നായിട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. സോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ കൂടെ തന്നെ എക്സാം എഴുതാൻ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും കൂടി ഇത് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. All of you take care. Bye bye. All the best.